ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂച്ചർ ഗുഡ്സ് മീൻസ് ഗുഡ്സ് ടു ബി മാനുഫാക്ചർഡ് ഓർ produced or acquired by the seller after making the contract of sale. അതായത് കോൺട്രാക്ട് ഓഫ് സെയിൽ ഉണ്ടായതിനു ശേഷം ഉണ്ടാക്കുന്ന ഗുഡ്സിനെയാണ് നമ്മൾ ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് ചില ഒരു അഗ്രിമെന്റ് നമ്മൾ ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ നമ്മൾ അഗ്രി ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ആ ഗുഡ്സ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. ഓക്കെ, അത്തരം ഗുഡ്സിനെയാണ് നമ്മൾ ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, then future goods are goods which either are not in existence at the time of contract of sale or they may be in existence when the agreement of their sale is ended upon the, അതായത് ആ കോൺട്രാക്ട് ഓഫ് സെയിൽ നടക്കുന്ന സമയത്ത് ചില ആ ഒരു ഗുഡ്സ് ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊഡ്യൂസ് ചെയ്യുകയോ മാനുഫാക്ചർ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നതിനാണ് ഫ്യൂച്ചർ ഗുഡ്സ് ആണ്. കണ്ടീജന്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? Contingent goods are the goods the acquisition of which by the seller depends upon the contingency which may or may not happen. അതായത് കണ്ടീജന്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാല് നമ്മളെ കോൺട്രാക്ട് ഓഫ് സെയിൽ നടക്കാം, ഓക്കെ, ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഗുഡ്സ് എന്താ മേ ഓർ മേ നോട്ട് ബി ഹാപ്പൻ, സംഭവിക്കാം സംഭവിക്കാതിരിക്കാം, അൺപ്രഡിക്റ്റബിൾ ആയിരിക്കാം. ഓക്കെ, ചിലപ്പോൾ അങ്ങനത്തെ ഒരു ഗുഡ്സിനെയാണ്, അതായത് ഇപ്പൊ എന്താണ് ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ നമ്മൾ ചെയ്തു, അപ്പം ആ സെയില് ചിലപ്പോൾ ആ ഒരു ഗുഡ്സിനെ നമ്മൾ മേ ബി എന്താ പറയാ ഹാപ്പൻ മേ ഓർ മേ നോട്ട് ബി ഹാപ്പൻ, ചിലപ്പോൾ സംഭവിക്കാം സംഭവിക്കാതിരിക്കാം, അങ്ങനെ സെയിൽ ചെയ്യുന്ന ഗുഡ്സ് ഉണ്ടാവാം. അത്തരം ഗുഡ്സിനെയാണ് നമ്മൾ കണ്ടീജന്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടീജന്റ് ബേസിലായിരിക്കും അത് ഉണ്ടാവുക. അതായത് ഇപ്പൊ ഒരാളെ വീട് പെയിന്റ് ചെയ്യാന്നുള്ള ഒരു കോൺട്രാക്ട് സെയിൽ വെക്കാന്ന് വിചാരിച്ചോ, അയാൾ ചിലപ്പോ അത് ചെയ്തു കൊടുക്കാം ചെയ്തു കൊടുക്കാതിരിക്കാം, അല്ലെ, അയാളുടെ താല്പര്യം അനുസരിച്ചായിരിക്കും ഉണ്ടാക്കാം. നമുക്കത് അതിന് വേറെ പ്രൂഫും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഡീലിങ്സിലൊക്കെ വരുന്ന സെയിൽസിനെയാണ് നമ്മൾ കണ്ടീജന്റ് സെയിൽ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, കണ്ടീജന്റ് സെയിൽ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ എന്താണ് കോൺട്രാക്ട് ഓഫ് സെയില്, അതിന്റെ മീനിങ് നോക്കി നമ്മള്, ദെൻ അതിന്റെ എസെൻഷ്യൽസ്, ഒരു വാലിഡ് കോൺട്രാക്ട് ഓഫ് സെയിൽ ഉണ്ടാവാനുള്ള ചില എസെൻഷ്യൽസ് വേണമെന്ന് പറഞ്ഞു, അത് നമ്മൾ നോക്കി. ദെൻ നമ്മൾ നോക്കിയത് എന്താണ്, ടൈപ്സ് ഓഫ് ഗുഡ്സ് നോക്കി, 3 ടൈപ്സ് ഉണ്ട്. ദെൻ അടുത്ത് നമ്മൾ നോക്കുന്നത് കണ്ടീഷൻസ് ആൻഡ് വാറണ്ടി. ഓക്കെ, കേട്ടിട്ടുണ്ടാവും കണ്ടീഷൻ വാറണ്ടി എന്നൊക്കെ കേട്ടില്ലേ? നമ്മളൊരു ഗുഡ്സ് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് നമുക്കൊരു വാറണ്ടി കാർഡ് കിട്ടും, അതിനാണ് നമ്മൾ വാറണ്ടി എന്ന് പറയുന്നത്. അതിന് ഇത്രയും പീരീഡ് ഓഫ് ടൈമിൽ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടാവാന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആ കമ്പനി തന്നെ എന്ത് ചെയ്യാം, അതിന്റെ വാറന്റി ഏറ്റെടുക്കും, അതിന്റെ മുകളിലുള്ള എല്ലാ ചെലവുകളും. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കണ്ടീഷൻ ബേസ്ഡായിട്ട് നമ്മളൊരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് അതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ദാറ്റ് സ്റ്റിപ്പുലേഷൻ വിച്ച് ഗോസ് ടു ദ റൂട്ട് ഓഫ് ദ കോൺട്രാക്ട് ദർ ഇസ് എ കോമേഴ്സ്. അതായത് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്ടിന്റെ റൂട്ട് ആണ്, അല്ലെ, ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റോ നമ്മൾ സൈൻ ചെയ്യുമ്പോൾ അതിൽ കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ റൂട്ട് കേസ് ആണ്, ബേസിക്കലി ഫസ്റ്റ് ഫോം ഓഫ് സ്റ്റേജ് ആണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടീഷനിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത്. കണ്ടീഷന് എന്താ പറയാ ഡെഫിനിഷൻ ഉണ്ട്, ആ ഡെഫിനിഷൻ നോക്കിയിട്ട് പോവാ. പിന്നെ കണ്ടീഷൻ ഈസ് എ സ്റ്റിപ്പുലേഷൻ വിച്ച് ഗോസ് ടു ദ റൂട്ട് ഓഫ് ദ കോൺട്രാക്ട് and thus forms the basis of the contract. It is essential to the main purpose of the contract. Condition എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ടിന്റെ മെയിൻ പേർപ്പസ് ആണ്, അല്ലെ, അതിന്റെ മെയിൻ റൂട്ട് ആണ്, അതിന്റെ ഒരു മെയിൻ എന്താ പറയാ പർപ്പസും ആണ് ഒരു കോൺട്രാക്ടിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. It is that obligation the non-fulfillment of which may fairly be considered as a substantial failure to perform the contract. അതായത് മുന്നോട്ടേക്ക് ഒരു കോൺട്രാക്ട് ഫെയിലിയർ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏറ്റവും നല്ലൊരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ വെക്കുക. നമുക്കൊരു കണ്ടീഷന്റെ ബേസിലാണെങ്കിൽ ആ കോൺട്രാക്റ്റിനെ നമുക്ക് കുറച്ചും കൂടി ഈസി ആൻഡ് സ്മൂത്ത് ആയിട്ട് ടു പാർട്ടീസിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിനാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ദെൻ വാറന്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വാറന്റി ഇസ് എ സ്റ്റിപ്പുലേഷൻ which is not essential to the main purpose of the contract. വാറന്റി എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ടിന്റെ മെയിൻ പർപ്പസ് അല്ല, ഇതൊരു എന്താ പറയാ
നമ്മളൊരു ഒരു എഗ്രിമെന്റിന്റെ ബേസിൽ വരുന്ന സാധനമല്ല വാറണ്ടി എന്ന് പറയുന്നത്. കോൺട്രാക്ട് നമ്മൾ എഗ്രി ചെയ്യുന്ന സമയത്ത് വാറണ്ടി ഉണ്ടോ നോക്കിയിട്ടല്ല നമ്മളൊരു കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത്. പക്ഷെ നമുക്കൊരു കണ്ടീഷൻ അതിൽ എന്തായാലും ഉണ്ടായിരിക്കണം. ഇപ്പൊ വാറണ്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. Warranty is a stipulation which is not essential to the main purpose of the contract. That is, it is of a subsidiary or collateral nature. Okay, അത് സബ്സിഡിയറി ആണ്. അതായത് വാറണ്ടി ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, നമുക്കത് ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. ഓക്കെ, സബ്സിഡിയറി ആണ്, കൊളാറ്ററൽ നേച്ചർ ആണ്. The buyer cannot repudiate about the contract by he can only claim damages for the seller. Okay, ഈ വാറണ്ടി ഉണ്ടെങ്കിൽ എന്താ ചെയ്യാം, നമുക്ക് സെല്ലർ എടുക്കുന്ന നമ്മളെ എന്തെങ്കിലും ഗുഡ്സിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലെയിം ചെയ്യാം. അതേ വാറണ്ടിയിലുള്ള കാര്യമുള്ളൂ. അതൊരു കോൺട്രാക്റ്റിന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വലിയ ബേസോ ഒരു മെയിൻ പർപ്പസോ അല്ല വാറണ്ടി എന്ന് പറഞ്ഞാൽ. ഓക്കെ, നോർമൽ കാര്യങ്ങൾ തന്നെ. നമുക്ക് ഡിഫറൻസ് നോക്കാം. കണ്ടീഷനും വാറണ്ടിയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഡിഫറൻസ് എന്തൊക്കെയാ? കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റിപ്പുലേഷൻ വിച്ച് ഈസ് എസെൻഷ്യലി ദ മെയിൻ പർപ്പസ് ഓഫ് ദ കോൺട്രാക്ട്. നമ്മൾ പറഞ്ഞല്ലോ മെയിൻ പർപ്പസ്, കോൺട്രാക്ടിന്റെ മെയിൻ പർപ്പസ് ആണ് കണ്ടീഷൻ എന്ന് പറഞ്ഞാല്. വാറണ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഈസ് ഓൺലി കൊളാറ്ററൽ ടു ദ മെയിൻ പർപ്പസ് ഓഫ് ദ കോൺട്രാക്ട്. ഇതൊരു കൊളാറ്ററൽ മെയിൻ പർപ്പസ് ആണ്, സബ്സിഡിയറി ആണ്. ഓക്കെ, അല്ലാണ്ട് മെയിൻ പർപ്പസ് അല്ല കോൺട്രാക്ടിന്റെ. ദെൻ കണ്ടീഷൻ നമ്മൾ ബ്രീച്ച് ഓഫ് കണ്ടീഷൻ ഗീവ്സ് ദ അഗ്രീഡ് പാർട്ടി എ റൈറ്റ് ടു സ്യൂ ഫോർ ഡാമേജസ് ആസ് വെൽ ആസ് റൈറ്റ് ടു ടെർമിനേറ്റ് ദ കോൺട്രാക്ട്. അതായത് ഈ കണ്ടീഷൻ ബ്രീച്ച് ചെയ്യുന്ന സമയത്ത്, ബ്രീച്ച് ചെയ്യാന്നാണല്ലോ റിവോക്ക് ചെയ്യുന്ന ആ ഒരു മീനിങ് ആണ്. ചെയ്യുന്ന സമയത്ത് എന്താണ്, അതർ പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാളുടെ എന്താ പറയാ ഡാമേജസ് സ്യൂ ചെയ്യാനുള്ള, ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. Whereas breach of warranty ആണെങ്കിൽ only the right to claim damages, the contract cannot be terminated. അതേപോലെ മറ്റേതിൽ കോൺട്രാക്ട് എന്ത് ചെയ്യാൻ പറ്റും, ബ്രീച്ച് ഓഫ് കണ്ടീഷൻ ആണെങ്കിൽ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാം. ബട്ട് വാറന്റിന്റെ കേസിൽ ടെർമിനേഷൻ അവൈലബിൾ ആയിരിക്കില്ല. പക്ഷെ നമുക്ക് എന്താണോ ഒരു ഗുഡ്സിന്റെ മോൾ ഡാമേജ് ഉണ്ടായത് അത് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. ദെൻ തേർഡ് പോയിന്റ് എന്താണ്? ഇഫ് ദ ഇവന്റ് ഓഫ് ദ ബ്രീച്ച് ഓഫ് ദ കണ്ടീഷൻ the aggrieved party may choose to treat the breach of condition as a breach of warranty. A breach of warranty cannot be treated as a breach of condition. അതായത് breach of condition എന്താ പറയാ, buyer may for instance like to retain the goods claim. അതായത് breach of condition ബയറിന് ആ ഗുഡ്സ് റീറ്റെയിൻ ചെയ്യാനും ഡാമേജസ് ക്ലെയിം ചെയ്യാനും ഒക്കെയുള്ള റൈറ്റ് ഉണ്ടായിരിക്കും എവിടെ, കണ്ടീഷനിൽ. വേറെ വാറണ്ടിയിലാണെങ്കിലോ നമുക്ക് വാറണ്ടിന് ഒരിക്കലും ബ്രീച്ച് ഓഫ് കണ്ടീഷൻ ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ഓൺലി ബ്രീച്ച് ഓഫ് വാറണ്ടി ആണ്. പക്ഷെ ബ്രീച്ച് ഓഫ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വാറണ്ടിയിലുള്ള കാര്യങ്ങളും കൂടി നമുക്ക് ഇതിൽ കണ്ടീഷനിൽ വാങ്ങാം. അതായത് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ, അതേപോലെ എന്ത് നഷ്ടങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ബ്രീച്ച് ഓഫ് കണ്ടീഷനിൽ അതിനെ ട്രീറ്റഡ് ആസ് എ ബ്രീച്ച് ഓഫ് വാറണ്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യാം. പക്ഷെ ബ്രീച്ച് ഓഫ് വാറണ്ടിയിൽ ഒരിക്കലും ബ്രീച്ച് ഓഫ് കണ്ടീഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അത്രയും ഡിഫറൻസസ് ആണ് അവ തമ്മിലുള്ളത്. ദെൻ നോക്കാൻ പോകുന്നത് കൈൻഡ്സ് ഓഫ് കണ്ടീഷൻസ് ആൻഡ് വാറണ്ടി. കൈൻഡ്സ് ഓഫ് കണ്ടീഷൻസ് ആൻഡ് വാറണ്ടിയില് കണ്ടീഷനും വാറണ്ടിയും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് എക്സ്പ്രസ് കണ്ടീഷൻസും അതേപോലെ ഇംപ്ലൈഡ് കണ്ടീഷനും. എക്സ്പ്രസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? There are said to express when the terms of contract expressly provide for them the buyer desire to buy the color of the. അതായത് എക്സ്പ്രസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അതായത് നമ്മളെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, നമുക്ക് ഒരു ഗുഡ്സ് വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്താ പറയാ, നമുക്ക് ഒരു കാറ് വാങ്ങാൻ പോകണം, നമുക്കപ്പൊ കാറിന്റെ എന്താ പറയാ ഏത് കാറ് വേണമെന്നും അതിന്റെ കളർ എന്താണെന്നും ഏത് ബ്രാൻഡ് പർച്ചേസ് ചെയ്യണമെന്നും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ കണ്ടീഷനിൽ അല്ലെങ്കിൽ ആ കണ്ടീഷനിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സ്പ്രസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ പാർട്ടീസ് ആർ ലിബർട്ടി ടു ഇമ്പോസ് എനി കണ്ടീഷൻ ഓർ വാറന്റി ബൈ എൻ അഗ്രിമെന്റ് ഇൻ ദ കോൺട്രാക്ട് ഓഫ് സെയിൽ. അപ്പൊ എക്സ്പ്രസ് കണ്ടീഷനില് പാർട്ടി നമ്മള് ബയർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാറണ്ടിക്ക് വേണ്ടിയിട്ട് ചോദിക്കാൻ പറ്റും. നമുക്ക് എന്ത് എക്സ്പ്രസ് ചെയ്യാം. അതായത് നമുക്ക് കണ്ടീഷൻ വെക്കാൻ പറ്റും. നമ്മളെ കോൺട്രാക്ട് ഓഫ് സെയിൽ നടക്കുന്ന സമയത്ത് നമ്മളെ വാറണ്ടി എങ്ങനെയാണെന്നുള്ളത് കാര്യങ്ങള്, അതിന്റെ നമുക്ക് എന്താണ് നമ്മളെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് എക്സ്പ്രസ് ചെയ്യാം.
ഇംപ്ലൈഡ് കണ്ടീഷൻ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നമ്മൾ എന്താ ചെയ്യുന്നത്? ദ എക്സിസ്റ്റൻസ് ആൻഡ് ഇംപ്ലിസിറ്റ് ദ കോൺട്രാക്ട് ഈവൻ വിത്തൗട്ട് ദർ ആക്ച്വലി ഹാവിംഗ് ബീൻ പുട്ട് ഇൻ ദ കോൺട്രാക്ട്. അതായത് നമ്മളെ ഇംപ്ലൈഡ് കണ്ടീഷനിൽ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പ്രസ് ചെയ്യില്ല. ഓക്കെ, ആക്ച്വലി നമുക്ക് എന്താന്നുള്ളത് ചില എക്സാമ്പിൾ നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഒരു കാർ പർച്ചേസ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ ഇപ്പൊ ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു കാര്യങ്ങൾ എന്തെങ്കിലും വാങ്ങുന്നത്. നമുക്ക് ചിലപ്പോൾ എല്ലാം ഒത്തിറങ്ങിയിട്ടായിരിക്കില്ല നമ്മൾ ഒരു കാര്യം പർച്ചേസ് ചെയ്യുന്നത്. അത്തരം കോൺട്രാക്ട് ഓഫ് സെയിൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇംപ്ലൈഡ് കണ്ടീഷൻസ്. ഓക്കെ, അപ്പൊ കൈൻഡ്സ് ഓഫ് കണ്ടീഷൻസ് ആൻഡ് വാറന്റി എക്സ്പ്രസ് ആൻഡ് ഇംപ്ലൈഡ്.